എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണത്. കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട്? ഈ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം ലക്ഷ്മി വന്നിട്ടുണ്ടോ വീട്ടില്? ഇല്ല, വന്നിട്ടില്ല. സീരീസിൽ അഭിനയിക്കോ? ഇല്ല, അതെന്താ അഭിനയിക്കത്തില്ല, താല്പര്യമില്ല. ഷൈൻ ടോം ചാക്കിന്റെ ഒപ്പം ഒരു സിനിമ ഭാവിയിൽ വരുവാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കോ? എന്നെ വിളിച്ചാ ഞാൻ ചെയ്യും. ലഹരി ഉപയോഗിക്കുന്ന ആളായി അറിഞ്ഞുകൊണ്ട് എന്തോന്നു, എന്നെ സിനിമ വിളിച്ചാൽ ആരാണെങ്കിലും ഞാൻ അഭിനയിക്കും. നായികയായിട്ട് അഭിനയിക്കും ഷൈൻ്റെ? സീരീസിൽ അഭിനയിക്കോ? ഇല്ല, അതെന്താ അഭിനയിക്കത്തില്ല, താല്പര്യമില്ല. ഞാൻ ഇന്നത്തെ ദിവസം മാനിനെ കണ്ടിട്ടില്ല. നമ്മുടെ രജിത് കുമാർ പറഞ്ഞല്ലോ, ഞാൻ പൈസ കിട്ടുകയാണെങ്കിൽ എന്തും ചെയ്യുന്നു പറഞ്ഞത്. അതാ ഞാൻ രജിത്തേട്ടനല്ലേ പറഞ്ഞത്, ഞാനല്ലോ പറഞ്ഞത്. രജിത്തേട്ടൻ എന്റെ നല്ല സുഹൃത്താണ് കേട്ടോ, പാവം. വീഡിയോ വൈറലായല്ലേ? അതെ, വൈറലായി. അത് മറ്റേ നമ്മുടെ അതിനെ കുറിച്ച് എന്താ പറയാ, ചേഞ്ചിന്റെ ആ സമയത്ത് നമ്മുടെ എന്ത് പറയാനാ? ദാസേട്ടന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ കണ്ടായിരുന്നു. അത് രജിത്തേട്ടൻ ആ ഒരു രസത്തിലങ്ങ് പറഞ്ഞല്ലേ, അത് വലിയ സംഭവം. ഫണ്ണായി എടുത്താൽ ഫണ്ണായിട്ട് എടുക്കുന്നത്. പക്ഷെ എല്ലാവരും കാര്യമായിട്ട് എടുത്തു. ഞങ്ങളുടെ കാര്യമായിട്ട് എടുക്കുന്നതിന് എടുത്തോളൂ, ഫണ്ണായിട്ട് എടുക്കുന്നതിന് എടുത്തോളൂ, എന്ത് വേണേലും എടുത്തോളൂ, നോ പ്രോബ്ലം. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മള് ചോദിച്ചു മീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. അതായത് രേണുവിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വരുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അവര് നമ്മളോട് അത് ആ കുട്ടി പറഞ്ഞ സത്യമല്ലേ, അവരുടെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ലേ, കുട്ടി പറയണ സത്യമല്ലേ. അവര് എന്താ ചെയ്യട്ടെ, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് പുറത്ത് നിൽക്കുന്ന രീതിയിൽ പറഞ്ഞു. മനസ്സിലായില്ല. അതായത് അവര് ഈ പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടമാണ്, താല്പര്യമാണ്. നമുക്ക് അതിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ആ സത്യമല്ലേ പറഞ്ഞേ, സത്യമാണ് പറഞ്ഞത്. അല്ല, ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോയിക്കോളൂ ഇതുകൊണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കൂടെ ഉണ്ടായിരുന്നല്ലോ അന്ന്. അല്ല, ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കിനും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് തന്നെയാ കുട്ടി പറഞ്ഞ, നമ്മുടെ ഇഷ്ടം. അല്ലല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. സ്വിച്ചിടം വരച്ച സമയത്ത് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ആ വ്യക്തി രേണുസുതി ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണോ പറഞ്ഞത്? അതോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ തന്നെ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ധൈര്യമായിട്ട് എന്താണോ മുന്നോട്ട് പോകുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ആ കുട്ടി തന്നെയല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി വാങ്ങിച്ചുകൊണ്ട് പെർഫ്യൂം തീർന്നു, ബാക്കിയുണ്ടോ? അയ്യോ, ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല. നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, പെർഫ്യൂം തീർന്നു, പെർഫ്യൂമിന്റെ മണം തീർന്നു, ദാസേട്ടന്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക. ഇതൊക്കെ എപ്പോഴും എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല. അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഈ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം ലക്ഷ്മി വന്നിട്ടുണ്ടോ വീട്ടില്? ഇല്ല, വന്നിട്ടില്ല. തിരക്കായിരുന്നു. കയറി താമസത്തിനും അവരെല്ലാം വേറെ ഫംഗ്ഷനിലായിരുന്നു. ഓണത്തിന്റെ പ്രോഗ്രാമിലായിരുന്നു എല്ലാവരും. ഏകദേശം 1 വർഷം കഴിയാറായല്ലോ. ഇല്ലില്ല, 6 മാസം. ഇതുവരെ തിരക്ക് ആരും വന്നില്ല ഇതുവരെയായിട്ട്, തിരക്കായിരിക്കും. അല്ല, ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ പറ്റാത്തതായിട്ടുള്ള അയ്യോ, ലക്ഷ്മി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രേണുസുതി അങ്ങനെ ഒരാളല്ലല്ലോ. എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാനാ, അവര് രേണു തിരക്കായിരിക്കും. പുതിയ വീടൊക്കെ വെച്ചല്ലേ, ആ വീട്ടിലേക്ക് എനിക്ക് ഇന്നൊരു വീട്ടുപകരണം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താ? അത് വീട്ടിലുണ്ടോ ഇപ്പൊ? അങ്ങനെയൊക്കെ ചോദിച്ചാ എല്ലാം നമുക്ക് ഗിഫ്റ്റ് തന്നതല്ലേ, അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അല്ല, ഞാൻ പണിയെടുത്തിട്ട് ഇന്ന സാധനം അങ്ങനെയോ? ജോലി ചെയ്ത് എല്ലാം ഉണ്ട്, ഏകദേശം ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഉള്ളതെല്ലാം ഉണ്ട്.
AC ഇല്ല, അത് വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഭയങ്കര അവിടെ ഭയങ്കര ഇതല്ലേ, ചൂടാണ്. ചൂടാണ്. അന്ന് നമ്മൾ വന്നപ്പോ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ AC എന്ന് പറയുന്നത് ലക്ഷറിയുടെ ഭാഗമല്ല, അല്ല, നമ്മൾ ആവശ്യമായ ശരിയാ ശരിയാ. അപ്പൊ അത് മേടിക്കണമെന്നുണ്ട്, AC മേടിക്കണമെന്നുണ്ട് വീഡിയോ എടുത്ത്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയും ഉണ്ട്. ലക്ഷറി അല്ല. അല്ല ഇപ്പൊ കോമൺ AC എല്ലായിടത്തും ഫാൻ ഉപയോഗിക്കുന്നില്ലേ? പണ്ട് കാലത്ത് ഫാൻ എന്ന് പറഞ്ഞാൽ AC യുടെ തുല്യമായിരുന്നു. എസ്മ അറിയാത്ത ക്യാമറമാൻ ഞാൻ ആദ്യമായിട്ട് കാണാം. Yes, നമുക്കറിയില്ല. ആ മൊബൈൽ വാങ്ങിച്ച് നോക്കി അറിയാം എത്ര എണ്ണം ഡൗൺലോഡ് 3 ആപ്പ് എസ്ബയുടെ ഫോണില്. ക്യാമറമാൻ ആയിരുന്നില്ലേ മറ്റേ മാസ്ക് ഇട്ട ആള് സത്യം പറഞ്ഞു. വീഡിയോയുടെ ക്വാളിറ്റി കാണുമ്പോ എനിക്ക് തോന്നുന്നു ക്ലോസില് അത് കണ്ടന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണോ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈയിടെയല്ല അറിയുന്നത് യെസ്മ എന്നതാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈയിടെ അറിഞ്ഞു കേട്ടോ. കണ്ടന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കാന്നാണോ? എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതും ആക്ടിങ് തന്നെ, ആക്ടിങ് ആണ്, പക്ഷെ ആ അഭിനയത്തിന് എനിക്ക് താല്പര്യമില്ല. ഇന്റിമസി താല്പര്യം. ഇന്റിമസി എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തില്ലേ ആൽബം സിനിമ, അതിനകത്തൊക്കെ ഉണ്ടല്ലോ ഇന്റിമസി. യെസ്മയ്ക്കകത്ത് മാത്രമല്ല ഇന്റിമസി, അത്ര ഇന്റിമസി ഇല്ലേ? പ്രഷറാണ്. അതെ, അത് തന്നെ അവിടെ പറഞ്ഞു. എന്റെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരാണ്. സോ അതുകൊണ്ട് ഞാൻ യെസ്മ സീരീസിനകത്ത് അഭിനയിക്കുന്നില്ല. വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം താമസിക്കുന്ന വീടും സ്ഥലവും ഇല്ലേ, അതൊരു പള്ളി ഒരു അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്നല്ലേ, ബിഷപ്പ്. അപ്പൊ ആ ബിഷപ്പിന് ഒരുപാട് സ്ഥലമുണ്ട്, ആ ഒരു ഏരിയയിൽ കുറെ സ്ഥലമുണ്ട്. അതൊക്കെ കുറെ വിറ്റ് പോയി. അപ്പം അത് വിറ്റ് പോകാൻ കാര്യം രേണുസുതിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അത് പുള്ളി പരസ്യമായിട്ട് പ്രചരണപ്പെടുത്തി പുള്ളിയുടെ സ്ഥലം ബാക്കി സ്ഥലം അല്ല സോറി സുധിച്ചേട്ടന്റെ മക്കൾക്ക് അത് ഇങ്ങനൊരു ഒരു എന്താ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അങ്ങനുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാം വന്ന് മേടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവര് വില പറഞ്ഞ് മേടിച്ചു. ആ ഒരു സ്ഥലം വർഷങ്ങളായിട്ട് അവിടെ വിൽക്കാതെ കിടക്കുന്ന ഒരു കിടക്കുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എപ്പം മുതലാണ് രേണുസുതി അവിടെ താമസിക്കാൻ വന്നത്? മീൻസ് രേണുസുതിക്ക് ആ സ്ഥലം തന്നത് സുധിലയം വെച്ചതിന് ശേഷമാണ് മറ്റ് പോർഷനുകളൊക്കെ വിറ്റുപോയത്. അപ്പൊ ഇതിനെ മാർക്കറ്റ് ചെയ്താന്ന് എല്ലാവരും ഒരു എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു കൂട്ടർ വന്നപ്പോ അവർക്ക് മനസ്സിലാക്കണം, ആൾക്കാരൊക്കെ ഇനി വീടുകൾ വരും, ആളുകളുണ്ട് എന്ന് മനസ്സിലായായിരിക്കും മേടിച്ചത്. അല്ലാതെ അത് ഈ പറഞ്ഞതിനോട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയുക. സന്തോഷം, ഹാപ്പി. ഞാൻ ഇങ്ങനെ തന്നെ പോവും. ഇങ്ങനെ തന്നെ ചോദിക്കണം, ഇതിനെന്താ പ്രശ്നം ഉള്ളത്? ഇതിനെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ബോഡി ഷേമിങ്. അത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞല്ലോ, ഭയങ്കര ബോഡി ഷേമിങ് ആണ്. വിഷയമൊന്നുമില്ല, ഞാൻ അതൊന്നും അല്ലല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അതാവൂ? എനിക്ക് വിഷയമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഈ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു, ഒരു എതിരഭിപ്രായം പറഞ്ഞിരുന്നു ഡ്രസ്സിന്റെ കാര്യമാണോ? അത് ഞാൻ കേട്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല. സത്യം മറ്റേ സ്വർണ്ണക്കടത്ത് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. എനിക്ക് അറിയത്തില്ല അവരെ പറ്റി. സീരിയസ്ലി എനിക്ക് അറിയത്തില്ല. ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയാണ്. ആണല്ലേ? ഈ എന്താ വെച്ചാൽ നെഗറ്റീവ് വരാൻ കാരണം ഈ പറഞ്ഞ പോലെ കൊല്ലം സുധി എന്നുള്ള ഒരു പേര് വെച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ. പിന്നെ ഞാൻ എന്നാ പേരെ വെക്കേണ്ടത്? കൊല്ലം സുധിയുടെ വൈഫല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഞാൻ ആ പേരിലേ വെക്കേണ്ടത്. ഞാൻ വേറൊരുത്തനെ കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ പേര് വെക്കാം. ഇതിപ്പോ സുധിച്ചേട്ടന്റെ വൈഫായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ പേരിലേ വെക്കത്തുള്ളൂ. അതെങ്ങനെ മാറ്റുന്നത്? ഇതിപ്പം എന്താരെന്ത് പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. അല്ല തുടരും സിനിമ ഇറങ്ങിയിട്ട് കാണാൻ പോകുന്നുണ്ടോ? തുടരും കാണാൻ സമയമില്ല. സമയമില്ല, ഒരിക്കലും ഇല്ല. കാണും, സമയം ഉണ്ടെങ്കിൽ കാണും, സമയമുള്ളപ്പം കാണും. ആരും കൊണ്ടുപോകാൻ നമ്മളെയൊക്കെ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഈ തിരക്കായോണ്ടാണ്. OTT ഇറങ്ങും. അതെന്താ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയ വൈബല്ലേ? ഒറ്റയ്ക്ക് എങ്ങനെ വൈബ്? സിനിമ തിയേറ്ററിൽ ഒറ്റയ്ക്കല്ലോ. ദാസേട്ടൻ വിളിച്ച, ദാസേട്ടന്റെ ഫാമിലിയും വിളിച്ചാൽ ഞാൻ സിനിമ കാണാൻ പോകും.
ദാസേട്ടനുമായിട്ട് പോയി. ഇല്ല ദാസേട്ടന്റെ ഫാമിലി പോയി ചമ്പി ചമ്പി അപ്പോഴും ദാസേട്ടനൊരു കൊട്ടി ഇല്ലടാ നിനക്കിട്ട് വന്നോളൂ ഇനി കുറച്ച് ഈ ആൽബം ഒന്ന് ഇറങ്ങട്ടെ ആൽബം ഇറങ്ങി തീർന്നു. മോനെ നമ്മളൊന്നും വരില്ല കടന്നു ചെയ്തേക്കരുത് കേട്ടോ. നമ്മളൊക്കെ നൈസായി അല്ലേ നമ്മൾ നൈസായി കുറച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് മോങ്ങിയിരിക്കുക പൊന്നു മോനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചാ മതി. മുഖം ചോക്കുന്നത് എന്തുകൊണ്ട്? ചുവന്നോ ആ കൂട്ടിന് ബ്ലഷ് ഇട്ടിട്ടല്ലോ പിന്നെ എങ്ങനെ ചുവക്കുന്നേ അല്ല രേണുസുധിയുടെ Blush, അടുത്ത് blush. നമ്മളെപ്പോഴും ദാസേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ കണ്ണിന് വളർന്നു. ഫേസിലൊരു ഭയങ്കര ഗ്ലോസ് വരും, കണ്ണുകൾ തിളങ്ങും. ദാസേട്ടനെ പറ്റി പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ഒരുപാട് വാക്കുകളുണ്ട്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദാസേട്ടന്റെ ഭയങ്കര കാര്യമാണ് എനിക്ക്. ദാസേട്ടന്റെ പിറക്കാതെ പോയ ആങ്ങളെയാണ്, ബ്രദറാണ്. ദാസേട്ടനോട്ട് അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ പറയത്തില്ലേ, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഭയങ്കര കാര്യമാണ് എനിക്ക്. അതാണ് ആ ഒരു ആ ഒരു സന്തോഷത്തിന് അത് തന്നെ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഭയങ്കര സൈലന്റ് ആയാലോ. എന്ത് പറ്റി എന്ത് പറ്റി എല്ലാവർക്കും? ഭയങ്കര സൈലന്റ് ആയാലോ. ഇനി പ്രതീക്ഷിനെ പറ്റി ചോദിക്കും അടുത്ത പ്രാവശ്യം. അളിന്റെ ക്വസ്റ്റിനെ നിന്ന് പോയി പ്രതീക്ഷിനെ പറ്റി എന്ത് പ്രതീക്ഷ ഇല്ലാതെ വന്നവനാ പ്രതീക്ഷ. എന്തൊക്കെയാ പ്രതീക്ഷ ഇപ്പൊ ബോൾഡ്, ഇനി ആൽബം ഇറങ്ങി അറിയാം ബോൾഡാണോ. കൈ ഒരു തുള്ളി വൈൻ കഴിക്കൂ വൈൻ കഴിക്കൂ ഈ ക്രിസ്മസിനൊക്കെ ആ ക്രിസ്മസിന് വൈൻ വൈൻ ആ ന്യൂ ഇയർ ചെലപ്പം എപ്പോഴും ഒന്നും ഇല്ല. ചെലപ്പം പണ്ടൊക്കെ ആയിരുന്നു സൂചന ഉള്ളപ്പോ ഒക്കെ നമ്മള് ക്രിസ്മസ് വൈൻ. ചുമന്ന സാധനം കട്ടക്ക് അടിക്കുവോ? എന്തോന്നു ജവാൻ ഇല്ല. രേണുസുധി നമ്മുടെ ഈ അച്ചായന്മാരൊക്കെ സാധാരണ അത്യാവശ്യമൊക്കെ കഴിക്കുന്നവരാണല്ലോ. രേണുസുധി ആ കൂട്ടത്തിൽ പെടും? ഇല്ല ചൈനല്ല. അച്ചായനല്ല, അച്ചായത്തെയാണ്. അത് കഴിക്കത്തില്ല. അച്ഛനും അച്ചായത്തെ ഇല്ല ഞാൻ കഴിക്കത്തില്ല, അതെന്ത് കഴിക്കത്തില്ല. എന്താ കഴിച്ചത്? കഞ്ഞിവെള്ളം വേണ്ട. കുടിക്കാറുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം. വല്ലപ്പോഴും പനി വരുമ്പോ. ആ. അയ്യോ വിയർക്കുന്നു. ചോദ്യങ്ങളില്ലേ കാലത്ത് തുടങ്ങിയതാ എന്ത് സമയം. രണ്ടാ